നമസ്കാരം. മൾട്ടിനാഷണൽ കമ്പനികളുടെയും മീഡിയം സൈസ് കമ്പനികളുടെയും കാലം അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ഇനിയുള്ള കാലഘട്ടത്തിൽ സ്മോൾ ബിസിനസ്സുകളായിരിക്കും വിജയിക്കുക. ഇതിന് കാരണം ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ബേസിസിൽ പറഞ്ഞുതരാം. ആദ്യത്തെ പോയിന്റ് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ലോക്കലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഷ് ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ് ഇനി വിജയിക്കുള്ളൂ. മനസ്സിലായോ? പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീമിന് വേണ്ടി അല്ലെങ്കിൽ മാസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് വിജയിച്ചിരുന്നത് അല്ലേ? പക്ഷെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സുകളുണ്ട്. മീൻസ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആർക്ക്? ഒരു ചെറിയ നീഷിന് അല്ലെങ്കിൽ ചെറിയ കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ടേസ്റ്റിന് വേണ്ടി ക്യൂറേറ്റ് ചെയ്ത പ്രൊഡക്ട്സുകൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മനോഹരമാക്കിയിട്ട് മീൻസ് അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പാലറ്റിന് അത്രയും ഗംഭീരമായിട്ട് അവർക്ക് സൂട്ട് ചെയ്യണ രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരായിരിക്കും വിജയിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൾച്ചറായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ശൈലികളായിട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർ വാണ്ടിയാണ്. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിൽ വിജയിക്കും. ഇത് നീഷ് മാർക്കറ്റ്. മനസ്സിലായോ? ഹൈപ്പർ ലോക്കലൈസേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ ബിഗ് കമ്പനികൾ, ബിഗ് ടെക്സ് അല്ലെങ്കിൽ ബിഗ് ഫാർമ, ഇവരൊക്കെ പൊളിഞ്ഞ് മീൻസ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കമ്പനികൾ ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഡീഫ്രാഗ്മെന്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാർക്കറ്റ് പതുക്കെ വീഴുന്നു. ചെറിയ കമ്പനികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കാലിറ്റിയിലുള്ള കമ്പനികളായിരിക്കും, ലോക്കൽ കമ്പനികൾ. മനസ്സിലായി? അവർ ചെറിയ കമ്പനികൾ ചീപ്പായിട്ട് ഓരോ വ്യക്തികൾക്ക് മീൻസ് ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. മനസ്സിലായി? അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള പ്രൊഡക്റ്റ്, അവർ വാണ്ടിയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ കമ്പനികളൊക്കെ തകർന്ന് തരിപ്പണം ബേസിക്കലി. മനസ്സിലായോ? പിടികിട്ടിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ലോക്കലൈസേഷൻ ആണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കാലിറ്റി ഈസ് കിങ്. മനസ്സിലായോ? ഒരു ലൊക്കാലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു ഫ്രാഗ്രൻസ് എടുത്ത് നോക്കാന്ന് വെക്കുക, ഒരു പ്രത്യേക ഡെമോഗ്രാഫിക്സ്, ഒരു യൂത്ത് പോപ്പുലേഷൻ നോക്കുക, ഒരു 18-25 വയസ്സുള്ള പോപ്പുലേഷൻ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം അത് അവർക്ക് ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ കമ്പനികളായിരിക്കും വിജയിക്കുക ഭാവിയിൽ. അല്ലാണ്ട് ഈ മാസ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കില്ല വിജയിക്കുന്നത്. ഈ മാസ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ ബേസിക്കലി അവരുടെ പ്രൊഡക്റ്റുകൾ മാസിന് വേണ്ടിയിട്ടാണ്, കോമൺ ഡിനോമിനേറ്ററിന് ഉദ്ദേശിച്ചിട്ടാണ് അത് ഇറക്കുന്നത്. പക്ഷെ ഈ ലോക്കൽ കമ്പനികൾ ബേസിക്കലി ചെറിയ കമ്പനികൾക്ക് ഭയങ്കര നല്ല രീതിയിൽ ഒരു നീഷ് നോക്കിയിട്ട് ആ നീഷിന് സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കാം. മീൻസ് കൂടുതൽ ഫീച്ചേഴ്സ്, പിന്നെ അവർക്ക് എളുപ്പമാണ്. മീൻസ് ഇത്ര കുറച്ച് ആൾക്കാരെ നോക്കിയാൽ മതി, പിന്നെ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായോ? കസ്റ്റമർ സർവീസ് അടിപൊളിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കമ്പനികളായിരിക്കും ഭാവിയിൽ വിജയിക്കുക. ഈ ഒരു ലൊക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യണ കമ്പനികൾ, അങ്ങനത്തെ കമ്പനികളായിരിക്കും വിജയിക്കുക ബേസിക്കലി. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യുവജനം അവര് കൺസംഷൻ വല്ലാണ്ട് കുറയ്ക്കുകയാണ്. കൺസംഷൻ കുറയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ ജിമ്മിന് പോണ്, ജിമ്മുകൾ എത്ര തുടങ്ങുന്നത്? ജിമ്മിൽ തുടങ്ങേണ്ട കാരണം വെച്ചാൽ അവർ ഹൈജീനിന് വരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം കൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജിമ്മിന് പോകണം, അവർ ഹെൽത്തി ആവണം, അധികം ഭക്ഷണം വേണ്ട, ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ പോണ്. പിന്നെ ഭക്ഷണ പലഹാരങ്ങളൊക്കെ കുറച്ചു ബേസിക്കലി. അപ്പൊ ബേസിക്കലി കൺസംഷൻ അപ്പൊ കുറഞ്ഞു. കൊക്കോള വേണ്ടാന്ന് വെച്ചു. പിന്നെ കൊക്കോളയുടെ കാലൊക്കെ കഴിഞ്ഞു. കൊക്കോള പോലത്തെ പ്രൊഡക്റ്റുകളൊന്നും ആൾക്കാർ വാങ്ങാനുള്ള സാധ്യത കുറവാണ് ബേസിക്കലി. മനസ്സിലായി? കൊക്കോള പുതിയ പ്രൊഡക്റ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി, അത് പരാജയപ്പെട്ടു. പക്ഷെ പഴയ പ്രൊഡക്റ്റിന്റെ കാര്യം പോക്കാണ്. പിന്നെ ഈ കാലം കഴിഞ്ഞു ബേസിക്കലി. പെപ്സി എല്ലാവരും ഈ വക എല്ലാ പ്രൊഡക്റ്റുകളുടെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്രാക്ട് ചെയ്തിട്ട് അവർക്ക് ആഗ്രഹമുള്ള പ്രൊഡക്ട്സുകൾ മാത്രം അവർ എടുക്കുള്ളൂ. ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുള്ളത്, ആ വ്യക്തിയുടെ പാലറ്റിനനുസരിച്ചിട്ടുള്ളത്. അവർ ചിലപ്പോൾ ഒരു സ്പെസിഫിക് കമ്പനിയുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അവർ വാങ്ങാം. മനസ്സിലായി? അപ്പൊ ആ കമ്പനികളിൽ നിന്നായിരിക്കും അവർ വാങ്ങാൻ പോകുന്നത് ബേസിക്കലി സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. പക്ഷെ ബ്രാൻഡിന് മൂല്യം ഉണ്ടാവില്ല, അതിന് പകരം വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ കിട്ടുന്നത് അന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ യൂത്ത് ചിന്തിക്കുന്നത്. പണ്ടത്തെ പോലെ ആപ്പിൾ ബ്രാൻഡ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. മീൻസ് ആപ്പിളെ വാങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ വാല്യൂലേക്ക് പോകണുണ്ട് ആൾക്കാർ. യൂത്തൊക്കെ വാല്യൂലേക്ക് പോവാണ് ബേസിക്കലി. അവരുടെ ആവശ്യം നടക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ട്രെൻഡ് പതുക്കെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പൊ ഹൈജീന്റെ കാര്യം ഡയറ്റിന്റെ ബേസിലുള്ള കാര്യങ്ങൾ, പിന്നെ അധികം കൺസപ്ഷനോട് വെറുപ്പ് വരുന്നുണ്ട്. ആന്റി കൺസ്യൂമർ ബിഹേവിയർ വന്നിട്ട് കൺസ്യൂമേഴ്സും ചത്തു തന്നെ പറയാൻ മതി. അപ്പൊ ഇതിൽ പിന്നോട്ട് വരുവാണ് ബേസിക്കലി. ഇത് കാരണം കൊണ്ട് ഈ MNCയുടെ കച്ചവടവും ഭയങ്കരമായിട്ട് കുറയും. മനസ്സിലായി? ഈ വക കമ്പനികളുടെ കച്ചവടമൊക്കെ ഇടിഞ്ഞ് ഒപ്പടവും. അതൊരു പ്രത്യേക കാരണമാണ്. മീഡിയം സൈസ് കമ്പനിയും പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസും പൊടിയാനുള്ള രണ്ടാമത്തെ കാരണം. മീൻസ് ആൾക്കാർ റിട്രാക്ട് ചെയ്യണം, അവരാവശ്യത്തിന് കൺസ്യൂം ചെയ്യുള്ളൂ. മനസ്സിലായേ? പരമാവധി ഹെൽത്തി ആവാൻ നോക്കണം.
പിന്നെ അവർക്ക് അറിയാം ഇപ്പൊ ഹെൽത്തി ആയി കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ജീവിക്കാം. ബേസിക്കലി ഒരു 100-120 കൊല്ലം ജീവിക്കാം. ഞാൻ ഇപ്പൊ എന്റെ ശരീരം നോക്കിയിട്ടുണ്ടെങ്കിൽ അധികം കൺസ്യൂമൊക്കെ ചെയ്യാണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് തുടങ്ങേണ്ട ആൾക്കാർ പലരും ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് MNCയുടെയും മീഡിയം സൈസ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കംപ്ലീറ്റ് പോക്കാന്ന് നമുക്ക് പറയാറായിട്ടില്ല. അത് കാരണം അടുത്ത പോയിന്റിലേക്ക് കിടക്കുന്നത് സോഷ്യലിസം എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. മീൻസ് യൂത്തിന് സോഷ്യലിസ്റ്റ് ഐഡിയോളജി വിട്ടിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അവരെ സംബന്ധിച്ച് സസ്റ്റൈനബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലൈമറ്റ് ആക്ടിവിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ സോഷ്യൽ വെൽഫെയർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വൽസ് എന്ന് മാറ്റിയിട്ട് കളക്ടിവിസ്റ്റ് ഫിലോസഫിക്കാണ് അവർ നീങ്ങിയത്. മനസ്സിലായോ? അതിന് അവർ തെറ്റ് പറയാനൊന്നുമില്ല. ബേസിക്കലി നമുക്കെന്ത് തെറ്റ് പറയണം? സത്യത്തിൽ നമ്മൾ ഒരു സോഷ്യൽ ആനിമലാണ്, സോഷ്യലിസ്റ്റുകളാണ്. ബേസിക്കലി അടിസ്ഥാനപരമായി ബയോളജിക്കലി ഇൻഡിവിജ്വലിസം എന്നൊക്കെ നമുക്ക് പറയാൻ മാത്രം. ബേസിക്കലി പറയാം, സത്യാവസ്ഥയിൽ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റ് ഒന്നല്ല, നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. നമ്മൾ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യാന്ന് പറയാൻ നമുക്ക് പറയാം ഇൻഡിവിജ്വലി. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വളർന്നത് ഒരു കുട്ടിയായിട്ടാണ്. ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശ്രയിക്കുന്ന ഒരു ജീവിയാണ്. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അച്ഛനമ്മനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അച്ഛനമ്മ ഇല്ലെങ്കിൽ ചത്തുപോകും. 10 വർഷമൊക്കെ കുട്ടിക്ക് ഫീഡ് ചെയ്യണം. അതൊരു നീഡ് ബേസ്ഡ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നീഡിനനുസരിച്ച് കൊടുക്കണം. അപ്പോൾ കുട്ടിയെ നമ്മൾ ഇൻഡിവിജ്വലായി കണക്കാക്കി എന്താ പറ്റുക? ഇപ്പൊ ക്യാപിറ്റലിസ്റ്റുകൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ആണ് മുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഇൻഡിവിജ്വലാക്കി അപ്പൊ തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അമ്മ എപ്പോഴും പറയുന്നു ഇപ്പൊ ഞങ്ങൾ ഇൻഡിവിജ്വൽ നീ ഇൻഡിവിജ്വലാന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കും. ബേസിക്കലി അങ്ങനെ ആരും ചിന്തിക്കില്ല. പിന്നെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു എക്കണോമിക് മോഡലാണ്, പിന്നെ ഒരു കോർപ്പറേറ്റീവ് മോഡലുമാണ് സോഷ്യലിസം പോലെ തന്നെ. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കാം, അടിസ്ഥാനപരമായി മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്, ക്യാരക്ടർ സോഷ്യൽ ആനിമലാണ്. അപ്പൊ ആ ഒരു വ്യക്തി, ആ ഒരു കുഞ്ഞ് ഇൻഡിവിജ്വലായി കണക്കാക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് മരിക്കും ഉറപ്പായിട്ടും. അതിന് ചാൻസ് കൊണ്ട് രക്ഷപ്പെടും. ഭയങ്കര ഫ്രാക്ചേർഡ് ആയിരിക്കും, മീൻസ് കാർഡായിരിക്കും, എന്നാലും ചാൻസ് കൊണ്ട് രക്ഷപ്പെടാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാവണം ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ. ഫ്രീ ഫുഡും ഫ്രീ പ്രൊട്ടക്ഷനും പിന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ആ കുട്ടിയുടെ മേസ് എൻഫോഴ്സ് ചെയ്യണം. മനസ്സിലായി? കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ ഇത് സ്റ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം തന്നെ. അതിപ്പോ നമ്മൾ പാരന്റ്സ് ചെയ്യും ബേസിക്കലി. മനസ്സിലായോ? മീൻസ് മെറിറ്റോക്രസി എന്ന് പറഞ്ഞ സാധനം ഇല്ല. മെറിറ്റോക്രസി എന്ന് പറഞ്ഞ സാധനം വെറുതെ ഒരു മായയാണ്. ബേസിക്കലി നെപ്പോട്ടിസം ആണ് ശരിക്കും ഉള്ളത്. നെപ്പോട്ടിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മ അങ്ങനെ വളർത്തുന്നതനുസരിച്ചിട്ട് നമ്മുടെ കുട്ടിയുടെ സ്വഭാവശൈലി മാറും. ബേസിക്കലി ആ അച്ഛനമ്മയുടെ സൗകര്യങ്ങൾ കുട്ടിക്കും കിട്ടും. ഫ്രീ ഫുഡും പ്രൊട്ടക്ഷനും എല്ലാത്തരം വേറെ റിസോഴ്സസും ഒക്കെ അമ്മ അച്ഛനാണ് കൺട്രോൾ ചെയ്യണം. മനസ്സിലായേ? പിന്നെ കുട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഇൻഡിവിജ്വലാണ്. കുട്ടിക്ക് കൺസെന്റ് പോലും കിട്ടിയിട്ടില്ല ഈ കാര്യത്തിൽ. കുട്ടി വളർന്നവരാണ്. ബേസിക്കലി ഇവർ രണ്ടുപേരും മീൻസ് സെക്ഷൽ ഇന്റർകോഴ്സാ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടാണ് ഈ കുട്ടി വന്നത്. ബേസിക്കലി കുട്ടിയോട് കൺസെന്റ് ചോദിച്ചിട്ടല്ല വന്നത്. ബേസിക്കലി അവർക്ക് കുട്ടി ഉണ്ടാക്കണം പറഞ്ഞിട്ടാ വന്നത്. പിന്നെ ആ കുട്ടി ഇൻഡിവിജ്വലാണ്, വേറൊരു വ്യക്തിയാണ്. ബേസിക്കലി ആ വ്യക്തിനെ പരിഗണിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കുട്ടിക്ക് അറിയൊക്കെ ചെയ്യുന്നത്, എന്നാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ മുകളിലൊക്കെ ചെയ്യാം ഇല്ലേ? ഒരു ഓട്ടോക്രാറ്റിക് ആണ് ബിഹേവിയർ. ഒരു സ്മോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മാക്രോ ലെവൽ സ്റ്റേറ്റ് ആണ്. മനസ്സിലായോ? ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം, ഒരു മൈക്രോ സോഷ്യലിസ്റ്റ് യൂണിറ്റ് എന്ന് പറയാൻ പറ്റും ഫാമിലിനെ. അത് കാരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. മീൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കാവെന്ന് പറയാം, പക്ഷെ അടിസ്ഥാനപരമായി സോഷ്യൽ ഫ്രെയിംവർക്കിൽ കൂടെ ഓടുന്ന ഒരു സിസ്റ്റം ആണ് ക്യാപിറ്റലിസ്റ്റ്. സോഷ്യൽ സിസ്റ്റം ആണ്. പക്ഷെ നിയമം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആണ്. ബേസിക്കലി അത് കളക്ടിവിസ്റ്റ് ആണ്. അത് നിയമം എല്ലാവരും ഒരുമിച്ച് വിജയിക്കുകയാണ് സർവൈവലിന് വേണ്ടിയിട്ട്. ബേസിക്കലി അതാണ് നിയമം ഉണ്ടാക്കുന്നത്. അതിനകത്ത് നിയമം ഉണ്ടല്ലോ. നമ്മൾ മിസ്റ്റേക്കും സോഷ്യലിസ്റ്റുകൾ. ബേസിക്കലി സോഷ്യൽ ഗോൾസ് ഉണ്ടാവും അവർക്ക്. മീൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ ഫ്രെയിംവർക്ക് അത് നമ്മൾ 18 വയസ്സാന്ന് പറയും. എന്നിട്ട് അതിനുശേഷം നമുക്ക് ക്യാപിറ്റലിസം സ്വീകരിക്കാന്ന് പറയും. ബേസിക്കലി അത് കഴിഞ്ഞിട്ട് കുട്ടീനെ മാർക്കറ്റിലേക്ക് വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക്കലി ശരിക്കും അടിസ്ഥാനപരമായി നമ്മൾ സോഷ്യലിസ്റ്റുകൾ തന്നെയാണ്. മനസ്സിലായി? എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നോക്കണമെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പാരന്റ് സമയത്തും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പാരന്റ് തന്നെ കൺട്രോൾ ചെയ്യണം. ബേസിക്കലി കുട്ടിയല്ല. മനസ്സിലായോ? പിന്നെ അതിന്റെ ഫംഗ്ഷനിങ് മോശമെന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറപ്ഷനൊക്കെ കാരണം കൊണ്ടാണ്. ബേസിക്കലി കറപ്ഷൻ. പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കറപ്ഷനൊക്കെ പരമാവധി പോകും. എപ്പോഴും ചെക്ക് ഉണ്ടോ മനുഷ്യന്റെ മുകളിൽ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് കമ്പനികൾ. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഇങ്ങനെ ചെക്കുകളൊന്നുമില്ല. അവർ ഫ്രീ മാർക്കറ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നീങ്ങിക്കോളും. മനസ്സിലായോ? പക്ഷെ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സത്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം കുട്ടീനെ നമ്മളെ അബാൻഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി മരിക്കും. അത് ഇൻഡിവിജ്വലാണ്. ബേസിക്കലി അബാൻഡൻഡ് കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബാൻഡൻഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മീൻസ് തകർന്ന് ഫോളൻ സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും നീഡ് ബേസ്ഡിലാണ് വളർന്നു വരുന്നത്. ബേസിക്കലി നമ്മൾ ഫ്രീ പ്രൊട്ടക്ഷനും ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാവും. ബേസിക്കലി അതോറിറ്റേറ്റീവ് ഫിഗർ. അപ്പൊ എപ്പോഴും സോഷ്യലിസ്റ്റ് ആണ്. എപ്പോഴും അടിസ്ഥാന തത്വം മനുഷ്യന്റെ അടിസ്ഥാന ഫ്രെയിംവർക്ക് സോഷ്യലിസ്റ്റ് ആണ് ബേസിക്കലി മോഡൽ. അത് കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റലിസം ഒക്കെ വരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയുള്ളൂ, ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജികൾ കുട്ടികളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? മീൻസ് വെൽഫെയർ, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ
പിന്നെ നമ്മൾ പറയും കുറെ സോഷ്യലിസ്റ്റായി നമുക്ക് പറയുള്ളൂ. മീൻസ് ആ സോഷ്യലിസം കൊണ്ട് ഇഷ്ടം കൊണ്ടല്ല, നമുക്ക് പറയാം. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് പറയാം അവർ സോഷ്യലിസ്റ്റ് ആയത് അവർ പരാജയം കൊണ്ടാണ്. അവർക്ക് മാർഗ്ഗമില്ല ജീവിക്കാൻ, കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല, അതുകൊണ്ട് അവര് സോഷ്യലിസ്റ്റ് ആയി എന്ന് പറയും ബേസിക്കലി. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ തോറ്റുപോയി കളിയിൽ, ഇനി എനിക്ക് കാശ് വേണം ജീവിക്കണമെങ്കിൽ, മനസ്സിലായി, ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, ജയിച്ചു കഴിഞ്ഞാലോ ക്യാപിറ്റലിസ്റ്റ് ആണ് എന്ന് പറയും. അത് സത്യമാണ്. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, പുറം മനുഷ്യന്മാരൊക്കെ ഇടയിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി സോഷ്യലിസ്റ്റ് ആണ്. ഇത് യൂത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ യൂത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഫെയർ കൊണ്ടുവരും, പിന്നെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളാവും, പിന്നെ സസ്റ്റൈനബിലിറ്റിയിൽ ഭയങ്കര വലിയ പങ്ക് വെക്കും. ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ യൂത്ത് കാണിക്കും. മനസ്സിലായ ഒരു ഇക്വലിറ്ററി സൊസൈറ്റി ഉണ്ടാക്കാനാണ് അവർ ചിന്തിക്കുക. ഇപ്പോഴത്തെ യൂത്ത്, അമേരിക്കൻ യൂത്ത് ഒക്കെ അങ്ങനെ തന്നെയാണ്. മനസ്സിലായ അപ്പൊ നമ്മൾ മനസ്സിലായി ഒരു ട്രെൻഡ് മാറ്റം എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റത്തിലേക്കാണ്. ബേസിക്കലി കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സിസ്റ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക എന്നൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മോഡൽ, അല്ലെങ്കിൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് മോഡൽ എന്ന് പറയാം. നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു പിയർ ടു പിയർ സിസ്റ്റം. ബേസിക്കലി ആ പിയർ ടു പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നീയും അങ്ങനത്തെ ഉള്ളൂ, ഗവൺമെന്റ് ഇല്ല. ഒരു ഗവൺമെന്റ് ഇല്ലാത്തൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സിസ്റ്റത്തിന്റെ മുകളിലായിരിക്കും കൂടുതൽ ഡെവലപ്മെന്റുകൾ വരാം. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ബിസിനസിന് ശേഷം പിയർ ടു പിയർ മോഡലുകൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള കാലഘട്ടം ഞാൻ പറയുന്നത്. ബേസിക്കലി ഒരു വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു സിസ്റ്റം തന്നെ ഇൻസെന്റീവ്സ് വയ്ക്കും. ബേസിക്കലി ഒരു ഓപ്പൺ സോഴ്സ് സിസ്റ്റം, ആൾക്കാർക്ക് വേണമെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുക്കാം, അതിനനുസരിച്ചിട്ട് സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് ആൾക്കാർ ഇൻസെന്റീവിനനുസരിച്ച് വർക്ക് ചെയ്യും. ബേസിക്കലി ഇവിടെ ഗവൺമെന്റ് ഒന്നും ഇല്ല, അതിനനുസരിച്ച് പൂളുകളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ പൂളിൽ കാശ് ഇടാം. ബേസിക്കലി ഒരു കുറച്ച് പൂളിൽ കാശ് ഇങ്ങനെ ഷെയർ ചെയ്യും. ബേസിക്കലി ഷെയർഡ് പൂളുണ്ട്. ഇത് വെച്ചിട്ട് ഈ പൂളിനനുസരിച്ച് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കാശ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ. ഡീസെൻട്രലൈസ് ടെക് ഉപയോഗിച്ചിട്ടാണ് സംഭവിക്കാൻ പോകുന്നത് പിയർ ടു പിയർ മോഡലുകൾ. പിന്നെ AI കൊണ്ട് മനസ്സിലാക്കണം, AI കാരണം കൊണ്ട് പല ആൾക്കാരുടെ ജോലിയും പോകും. അപ്പൊ AI വളരെ ഇമ്പോർട്ടന്റ് ഒരു ഘടകമാണ് ബേസിക്കലി. അപ്പൊ AI കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും മുകളിൽ. അപ്പൊ ഈ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് പല ആൾക്കാരും ഔട്ടാവും സിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മുഴുവൻ സോഷ്യലിസ്റ്റുകളാവും ഡിഫാക്ടോ. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ബേസിക്കലി സോഷ്യലിസ്റ്റ് ആവും, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള രീതികൾ കണ്ടെത്താൻ നോക്കും. അപ്പം അവർ സോഷ്യലിസ്റ്റ് ടെക്നോളജി, മീൻസ് സോഷ്യലിസ്റ്റ് ടെക്നോളജി, ഡീസെൻട്രലൈസ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് അവർ ഈ സെൻട്രലൈസേഷൻ ബേസിക്കലി എടുത്ത് കളയും. ബേസിക്കലി എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സിസ്റ്റംസുകൾ വെച്ചിട്ട് അവർ സോൾവ് ചെയ്യും ആ പ്രോബ്ലം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അവരുടെ കയ്യിലേക്ക്. പിന്നെ ലൊക്കാലിറ്റികളായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പല കമ്മ്യൂണിറ്റികളിലായിരിക്കും. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല, എല്ലാവരും ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളാണ്. ആന്ത്രോപോളജിക്കലി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് 50 പേരുടെ ട്രൈബ് ആയിരിക്കും. സ്മോളസ്റ്റ് യൂണിറ്റിന്റെ ട്രൈബ് എന്ന് വെച്ചാൽ 50 പേരാണ്. 50 പേരിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും 50 പേരായിട്ടുള്ള കുറച്ച് ഒരു ട്രൈബലായിട്ടുള്ള സിസ്റ്റംസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്, കമ്മ്യൂണലായിട്ടുള്ളത്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. പിന്നെ ആ 50 പേരെ നോക്കാൻ എളുപ്പമാണ്. ബേസിക്കലി 50 പേരെ നോക്കാനുള്ള ടൈം എല്ലാവർക്കും ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡന്റ് ആൾക്ക് വേണമെങ്കിൽ 50 പേരെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. ഈ സ്മോൾ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ്, അത് ഭാവിയിൽ ഉണ്ടാവും. ചെറിയ ഗുഡ് കമ്മ്യൂണിറ്റീസുകളായിട്ട് മാറും. ബേസിക്കലി ആ കമ്മ്യൂണിറ്റികളിൽ അല്ലെങ്കിൽ കൾച്ചറിന്റെ ബേസിലായിരിക്കും കമ്മ്യൂണിറ്റികൾ വേർതിരിക്കുക. എന്നിട്ട് ഈ കമ്മ്യൂണിറ്റികളിലുള്ള പ്രൊഡക്റ്റും സർവീസുകളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അവർ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. മീൻസ് പ്രൊഡക്ട്സുകളൊക്കെ കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിപൊളി പ്രൊഡക്ട്സുകൾ എപ്പോഴും ഫീഡ്ബാക്ക് ലൂപ്സ് ഒക്കെ വെച്ചിട്ട് അവർക്ക് സെർവ് ചെയ്യാം. മനസ്സിലായി. പിന്നെ എളുപ്പമാണ് റണ്ണിങ് ചെയ്യാൻ, ചെറുതല്ല. അങ്ങനെ ആയിരിക്കും ഭാവിയിൽ സംഭവിക്കുക. മനസ്സിലായ ഇതാണ് ഇപ്പൊ നടക്കാൻ പോണത്. പിന്നെ ക്യാപിറ്റലിസ്റ്റ് എന്താ കഴിയാറേ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്കാണ് നമ്മൾ കിടക്കണത്. അത് നമ്മൾ മനസ്സിലാക്കണം. പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അനാർക്യാപിറ്റലിസത്തേക്ക് നമ്മൾ കിടക്കില്ല. അനാർക്യാപിറ്റലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ക്യാപിറ്റലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കിടക്കാൻ പോകുന്നില്ല. പൂർണ്ണ ക്യാപിറ്റലിസം ആരും എടുക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അത് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ഇല്ല. മനസ്സിലായോ? അപ്പൊ യൂത്ത് എപ്പോഴും നോക്കി ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വെൽഫെയർ സിസ്റ്റവും പിന്നെ ഗവൺമെന്റിന്റെ ആശ്രയം ഇല്ലാത്തൊരു സിസ്റ്റം ആയിരിക്കും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഗവൺമെന്റുകളുടെ ആശ്രയം ഇല്ലാത്തൊരു സിസ്റ്റം, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം. ബേസിക്കലി എല്ലാവർക്കും വാല്യൂ ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ. ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂ ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇൻസെന്റീവ് കിട്ടും. അതനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് അതിനനുസരിച്ചുള്ള മീനിങ് കിട്ടും ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ. മീനിങ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. മീൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം ആ സിസ്റ്റത്തിലേക്ക്, അത്ര തന്നെ. അതിനനുസരിച്ച് സിസ്റ്റം മീൻസ് മറ്റുള്ള ആൾക്കാരുടെ പോലെ നമ്മുടെ സാധനം കാശ് കെട്ടുകൊണ്ടൊന്നും പോയില്ല. അത് ട്രാൻസ്പാരന്റ് ആണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. മനസ്സിലായോ? പനീതിയൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല അതിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് ബേസിക്കലി ഈ
MNC ഒക്കെ പൊളിയാൻ കാരണം. MNCയും മിഡ് സൈസ്ഡ് കമ്പനികളൊക്കെ ചെറിയ ചെറിയ സ്മോൾ കമ്പനികളോ നീഷ് കമ്പനികൾ ബേസിക്കലി അത് കുറെ നീഷ് പ്രൊഡക്ട്സുകൾ ഇറക്കും. ആ നീഷ് പ്രൊഡക്ട്സ് ഓരോ ലൊക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് നീഷ് പ്രൊഡക്റ്റ് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആ പാറ്റേൺ അനുസരിച്ചിട്ട് അവർ പ്രൊഡക്റ്റ് എടുക്കും. ഇത് നല്ല പ്രൊഡക്റ്റുകൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കും. അത് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാക്കണം നമ്മൾ. ആ ഫ്രാഗ്രൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെമോഗ്രാഫിക്സിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് അതന്നെ. അല്ലെങ്കിൽ ഫുഡ് ഒരു പ്രത്യേക സെക്ഷൻ ആൾക്കാർക്ക് വേണ്ടി സെഗ്മെന്റ് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫുഡ് അത് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇല്ലേ, എല്ലാവരും ചുരുങ്ങി അവർക്ക് ഇഷ്ടപ്പെടണം. അല്ലെ മീൻസ് അവരെ സമ്മതിച്ച് മീൻസ് അവർക്ക് സ്വീകൃതമായ ആശയങ്ങളിലേക്ക് അവർ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി അവർക്ക് സ്വീകൃതമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാര് അവർക്ക് സ്വീകൃതമായ അല്ലെങ്കിൽ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആശയത്തേക്ക് അവർ ഒതുങ്ങും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടം ആൾക്കാർ മതി അവർക്ക്, മനസ്സിലായോ? അവരെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സെഗ്മെന്റ് ആൾക്കാർ എല്ലാവരും ചുരുങ്ങി പോവും എല്ലാവരും. അങ്ങനെയാണ് ഈ MNCയും മീഡിയം സൈസ് കമ്പനികൾ പോകുന്നത്. സ്മോൾ നെറ്റ് കമ്പനികൾ നമുക്ക് പറയാം. അവസാനം കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സിസ്റ്റം. അതിൽ ഇൻഡിവിജ്വലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഉണ്ട്, അതിനനുസരിച്ച് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കളക്ടിവിസ്റ്റ് ചിന്താഗതിയും ഉണ്ട്. മീൻസ് കളക്ടിവിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് താഴ്ന്നു പോണ ആൾക്ക് അതിനനുസരിച്ച് കാശും കൊടുക്കും, ആളെ പൊന്തിച്ചു കൊണ്ടുവരാൻ, മനസ്സിലായോ? അങ്ങനത്തെ പിന്നെ കോൺട്രിബ്യൂട്ടും ചെയ്യാം. അതിനനുസരിച്ച് താഴ്ന്നു പോണ ആൾക്കാർ പൊന്തിച്ചുകൊണ്ട് കൊണ്ടുവരും അവർ, മനസ്സിലായോ? അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് പോകണം. പലരും പറയും ഞാൻ എന്തിനാ ടാക്സ് അടയ്ക്കും, എൻ്റെ ടാക്സ് അല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മീൻസ് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്തിനാന്ന് നമ്മൾ പറയും അല്ലെ. അതിൽ അവർക്ക് പോയിന്റ് ഉണ്ട്, അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്തിനാന്ന്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു വരുമ്പോ നമ്മൾ കൺസെന്റോടെ അല്ല ജനിച്ചു. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ കൺസെന്റോടെ നല്ല ജനിച്ചു വരുന്നത്. നമ്മൾ ഒരാളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടാക്സ് പലവർക്കും അത് കിട്ടാണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ജനിച്ചു വരുമ്പോൾ നമ്മൾ പറയും നമ്മൾ മെറിറ്റിന് വാങ്ങിയത്. നമ്മൾ എന്ത് മെറിറ്റ് നമ്മൾ അവിടെ അപ്പനമ്മയും നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇതൊന്നും ഇല്ലാണ്ട് ജനിച്ചു വളർന്ന ആൾക്കാരുണ്ട്. അവരപ്പനമ്മയും നോക്കാത്ത ആൾക്കാർ അവർക്ക് ഒരു കൂടുതൽ കൊടുക്കണ്ടെന്നാ മെറിറ്റ് കൊടുക്കണ്ട. പക്ഷെ അവര് പരാജയപ്പെട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ബൈ ചാൻസ് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. എന്നാലും ഈ ചെറിയ കുട്ടികൾ ബേസിക്കലി കുറെ കാലം ബേസിക്കലി ടാക്സ് അടയ്ക്കേണ്ട വെറുതെ ജനങ്ങളുടെ വെറുതെ അപ്പനമ്മയുടെയും കാശിൽ ജീവിച്ചിട്ട് 10, 15, 12 വർഷം ചിലപ്പോൾ അതിനും കൂടുതൽ ജീവിക്കണ്ടാവും. സബ്സിഡി കിട്ടുന്നുണ്ടാവും അച്ഛനമ്മയുടെ അടുത്ത് നിന്ന്. ഈ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഈ ഇൻഡിവിജ്വലിനെ ചെറുപ്പത്തിൽ തന്നെ വിട്ടുവിട്ട് ഇൻഡിവിജ്വലിസം പറയുന്ന ആൾക്കാർ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് വിട്ടുപോകുക, അവർ ചത്തുപോകല് ബേസിക്കലി. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ അല്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു സോഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് വളർന്നു വരുന്ന ആളാണ്. അതുകൊണ്ടാണ് ടാക്സ് വയ്ക്കുന്നത് നമ്മൾ. ഇവിടെ ടാക്സ് ഇല്ല. ടാക്സിന് പകരം വെച്ചാൽ ഒരു പൂളാണ് ഇവിടെ. പൂൾ ഷെയറിംഗ് എന്ന് പറയും. ആ പൂൾ ഷെയറിംഗ് വെച്ചിട്ട് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത്രയാണ് ഇവിടെ. ടാക്സ് എന്ന് പറഞ്ഞാൽ പഴയ ആശയാണ്. അതിപ്പോ എടുത്ത് കളഞ്ഞു ബേസിക്കലി. പുതിയ കാലത്തില്ല, പുതിയ എക്കണോമിക്സ് ഇല്ല ബേസിക്കലി.